വെച്ചൂച്ചിറക്കടുത്ത് കൊല്ലമുള ഗ്രാമത്തിൽ നിന്ന് കാണാതായ കോളേജ് വിദ്യാർത്ഥിനി ജസ മറിയം ജെയിംസ് ജീവിച്ചിരിപ്പില്ലെന്ന് അച്ഛൻ ജെയിംസിന്റെ വെളിപ്പെടുത്തൽ. ജസയെ കണ്ടെത്താനുള്ള CBI അന്വേഷണം ഏതാണ്ട് അവസാനിപ്പിക്കാറായ സമയത്താണ് ജസയെ കാണാതായിട്ട് 6 വർഷം കഴിഞ്ഞു. പോലീസും ക്രൈംബ്രാഞ്ചും CBIയും അന്വേഷിച്ചിട്ടും ജസയെപ്പറ്റി എന്തെങ്കിലും സൂചനകൾ നൽകാൻ കഴിഞ്ഞില്ല. ഈ ഘട്ടത്തിലാണ് ജെയിംസ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിയിൽ ജസ ജീവിച്ചിരിപ്പില്ലെന്ന് അറിയിച്ചത്. വിദഗ്ധരായ അന്വേഷണ സംഘത്തിന് പറയാൻ കഴിയാതിരുന്ന കാര്യം ജസയുടെ അച്ഛൻ പറഞ്ഞത് ആശ്ചര്യകരമായിരിക്കുന്നു. ജസ മരിച്ചത് കേരളത്തിൽ വെച്ചാണെന്നും കോടതിയിൽ ഹർജി നൽകിയ സ്ഥിതിക്ക് കൂടുതലൊന്നും തൽക്കാലം വെളിപ്പെടുത്താനില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. 19-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താമെന്നാണ് ജസയുടെ അച്ഛൻ പറയുന്നത്. ജസ മരിച്ചുവെന്ന് ജെയിംസ് ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ പോലീസോ ക്രൈംബ്രാഞ്ചോ CBIയോ അങ്ങനെയൊരു വിവരം അന്വേഷണ റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വിശ്വസനീയമായതും ആധികാരികവുമായ വിവരങ്ങൾ ലഭിക്കാതെ മകൾ മരിച്ചുവെന്ന് പറയാൻ അച്ഛൻ കഴിയില്ല. എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതും അച്ഛൻ തന്നെയാണ്. കേസ് അവസാനം അന്വേഷിച്ച CBIയെ ജെയിംസ് പൂർണ്ണമായി തള്ളുന്നില്ല. അവർ കുറേ കാര്യങ്ങൾ അന്വേഷിച്ചുവെന്നും എന്നാൽ പ്രധാന ചില പോയിന്റുകളിലേക്ക് എത്തിയില്ലെന്നും അദ്ദേഹം കോടതിയിലും മാധ്യമങ്ങളോടും പറഞ്ഞു. ആ പ്രധാന പോയിന്റുകൾ ഏതെല്ലാമാണെന്ന് ഇനി ജസയുടെ അച്ഛൻ തന്നെയാണ് പറയേണ്ടത്. അതേസമയം എല്ലാ കാര്യങ്ങളും തങ്ങൾ അന്വേഷിച്ചുവെന്നും ഇനി തുടരന്വേഷണം ആവശ്യമില്ലെന്നുമാണ് CBI കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി SD കോളേജിൽ 2ാം വർഷ BCom വിദ്യാർത്ഥിനിയായിരുന്ന ജസയെ 2018 മാർച്ച് 22-നാണ് കാണാതായത്. കൊല്ലമുളയിലെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത ജംഗ്ഷൻ വരെ ഓട്ടോറിക്ഷയിൽ പോയ ജസ മുണ്ടക്കയം വരെ ബസ്സിൽ സഞ്ചരിച്ചതായി വ്യക്തമായിട്ടുണ്ട്. മുണ്ടക്കയം ജംഗ്ഷനിലൂടെ കടന്നു പോകുന്ന ജസയുടെ അവ്യക്ത ദൃശ്യം ഒരു കടയുടെ CCTVയിൽ നിന്ന് ലഭിച്ചു. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് വിവരശേഖരണ പെട്ടികൾ സ്ഥാപിച്ചും നിരവധിയാളുകളെ ചോദ്യം ചെയ്തും അജ്ഞാത മൃതദേഹങ്ങൾ പരിശോധിച്ചും പോലീസും തുടർന്ന് ക്രൈംബ്രാഞ്ചും അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകവെയാണ് ജസയുടെ സഹോദരനും KSU നേതാവും CBI അന്വേഷണം എന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കോടതി നിർദ്ദേശപ്രകാരം കേസ് ഏറ്റെടുത്ത CBIക്ക് ജസക്ക് എന്തു സംഭവിച്ചുവെന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല. ജസയെപ്പറ്റി നിർണായക വിവരങ്ങൾ ലഭിച്ചെന്ന് അന്വേഷണ ചുമതലയുണ്ടായിരുന്ന പോലീസ് ഓഫീസർമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നുവെന്ന് കരുതുന്നവരുണ്ട്. ജസയുടെ അച്ഛൻ ജെയിംസ് പറയുന്ന പോലെ ജസ മരിച്ചുവെന്ന് റിപ്പോർട്ട് നൽകാൻ അന്വേഷണ സംഘങ്ങൾക്ക് കഴിയില്ല. മരിച്ചുവെന്ന വിവരം ലഭിച്ചാൽ എവിടെ വെച്ചാണ് സംഭവം നടന്നത്, മൃതദേഹം എന്തു ചെയ്തു എന്നീ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. ജസ ജീവിച്ചിരിപ്പില്ലെന്ന് പറഞ്ഞ അച്ഛനും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുകയാണ് മലയാളികൾ. ജസ വ്യാഴാഴ്ച ദിവസങ്ങളിൽ രഹസ്യ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നുവെന്ന് അച്ഛൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വ്യക്തി കേന്ദ്രീകൃതമായ കൂട്ടായ്മകളാണ് വ്യാഴാഴ്ച പ്രാർത്ഥന നടത്തുന്നത്. ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ സ്ഥിരമായി വ്യാഴാഴ്ച പ്രാർത്ഥനകൾ നടക്കാറില്ല. ജസയെ വ്യാഴാഴ്ച പ്രാർത്ഥനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ സുഹൃത്തിനെയാണ് അച്ഛൻ സംശയിക്കുന്നത്. ഇയാൾക്ക് മരണത്തിൽ പങ്കുണ്ടെന്ന് അച്ഛൻ പറഞ്ഞാൽ അത് കണ്ടെത്തേണ്ടത് അന്വേഷണ ഏജൻസികളാണ്. അന്വേഷണത്തിൽ ഇത് വഴിത്തിരിവാവുകയും ചെയ്യും. ജസയെ കാണാതായതിന് പിന്നാലെ സഹോദരനും അച്ഛനും പോലീസിന് നൽകിയ മൊഴിയിൽ ജസയുടെ ഒരു സഹപാഠിയെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും നുണ പരിശോധനയിൽ നിന്നും ജസയുടെ തിരോധാനത്തിൽ പങ്കില്ലെന്ന് തെളിഞ്ഞിരുന്നു. ഇപ്പോൾ സൂചന നൽകുന്നത് മറ്റൊരു സുഹൃത്തിനെ പറ്റിയാണ്. ജസയുടെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ രക്തം പുരണ്ട തുണി കേസിൽ നിർണായക തെളിവായിരുന്നു. ഇത് CBIയും ക്രൈംബ്രാഞ്ചും പോലീസും വിശദമായ പരിശോധനയ്ക്ക് അയച്ചില്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. മാസമുറയിലെ രക്തസ്രാവം അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലെ അമിത രക്തസ്രാവം എന്നീ സംശയങ്ങളാണ് ബന്ധുക്കൾക്കുള്ളത്. ജസയുടെ ബന്ധുക്കളും പോലീസിലെ വിരമിച്ച ഉദ്യോഗസ്ഥരും സമാന്തര അന്വേഷണം നടത്തിവരികയായിരുന്നു.
അവർ കണ്ടെത്തിയ കാര്യങ്ങൾ CBI അന്വേഷിച്ചില്ലെന്ന ആക്ഷേപമുണ്ട്. കേസ് അന്വേഷണം പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്കെങ്കിലും നീട്ടണമെന്നാണ് ജസയുടെ അച്ഛൻ്റെ ആവശ്യം. എരുമേലി, മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി മേഖലയിൽ എവിടെയെങ്കിലും വെച്ച് ജസ മരണപ്പെട്ടിരിക്കാമെന്നാണ് ബന്ധുക്കളുടെ നിഗമനം. കേരളത്തിൽ പ്രധാന 3 തിരോധാന കേസുകൾ പോലീസും CBIയും അന്വേഷിച്ച് പരാജയപ്പെട്ടിരിക്കുകയാണ്. പ്രമാദമായ ചാക്കോ വധക്കേസിലെ പ്രതി സുകുമാരക്കുറിപ്പിനെ പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും കണ്ടെത്താനായില്ല. ആലപ്പുഴ പുന്നപ്രയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ എന്ന കുട്ടിയെപ്പറ്റിയുള്ള അന്വേഷണത്തിലും പോലീസും CBIയും പരാജയപ്പെട്ടു. ജസ തിരോധാന കേസിലും ഇതാവർത്തിച്ചേക്കുമെന്ന് കണ്ടാണ് അച്ഛനും ബന്ധുക്കളും ചേർന്ന് സമാന്തര അന്വേഷണം നടത്തിയത്. അവരുടെ കണ്ടെത്തലുകൾ ശരിയോ തെറ്റോ എന്നറിയാൻ CBI അന്വേഷണം നീട്ടണമെന്ന ആവശ്യം ന്യായമാണ്. മികവുറ്റ അന്വേഷണ സംവിധാനങ്ങളുള്ള ഇന്ത്യയിൽ ഇത്തരം തിരോധാന കേസുകൾ ഉത്തരം കിട്ടാതെ അവസാനിപ്പിക്കുന്നത് നീതിയുടെ വെളിച്ചത്തെ ഇരുട്ടുകൊണ്ട് കെടുത്താൻ ശ്രമിക്കുന്നത് പോലെയാകും. പക്ഷേ തെളിവുകൾ മുനിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കും.